ഹായ് ഹലോ നമസ്കാരം മക്കളെ. അങ്ങനെ നമ്മൾ എല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് ഇതാ വന്നെത്തി നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു മെഗാ എപ്പിസോഡ് ആയിരിക്കും ഇത്. യെസ്, നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ പോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ, നാഷണലിസം ഇൻ ഇന്ത്യ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏത് ഭാഗമാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ടത് എക്സാമിന്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോകുന്ന ഒരു വീഡിയോ കൂടി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് വേണം, നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹിസ്റ്ററി വിത്ത് ഷൈമ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങിയാലോ? യെസ്, നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ പീരീഡ് തൊട്ട് വേറൊരു സമയം വരെയുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ വളരെ മനോഹരമായിട്ട് കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഏത് കാലഘട്ടം തൊട്ട് ഏത് കാലഘട്ടം വരെയാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന 1914 തൊട്ട് 18 വരെ തുടങ്ങി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ വരെയുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ, അതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന വേറൊന്നുമില്ല, നേഷൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാഷണലിസം ഈ ഒരു വികാരം തന്നെയാണ് ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറെ നേഷൻ സ്റ്റേറ്റ്സുകൾ രൂപം കൊണ്ടതിന്റെ പിറകിലുള്ള അധ്വാനം അല്ലെ, ഒരുപാട് ജനങ്ങൾ അനുഭവിച്ച ത്യാഗത്തെ കുറിച്ചെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആന്റി കൊളോണിയലിസ്റ്റ് മൂവ്മെന്റ്സ് നടക്കുന്ന രാജ്യങ്ങൾക്ക് വളരെയധികം പ്രചോദനമാവുകയാണ് ചെയ്തത്. നേഷൻ സ്റ്റേറ്റ്സിന്റെ രൂപീകരണമാണ് ശരിക്കും ഇവർക്ക് പോലുള്ള കുഞ്ഞു രാജ്യങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്, ഇത്തരത്തിൽ നമ്മളും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ഒരു തിരിച്ചടി ആവുകയാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നു. അതിന്റെ കൂടെ തന്നെ പലതരത്തിലുള്ള ക്ഷാമം, പട്ടിണി, പരിവട്ടം, ഈ ഒരു അവസ്ഥയെ കൂടി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ആര് കടന്നു വരുന്നത്? മഹാത്മാഗാന്ധി കടന്നു വരുന്നത്. പിന്നെ നടന്നത് ചരിത്രം, ഒരു യുഗം അവിടെ പിറക്കുകയാണ്. ഏതാണ് ആ യുഗം? ഗാന്ധിയൻ യുഗം തുടങ്ങുകയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സമര രീതികളെ കുറിച്ചും അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുള്ള രണ്ട് മൂവ്മെന്റ്സ് ആണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മേഖല എത്രത്തോളമാണ്, ഇതിന് ഇദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ്, ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ എല്ലാ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻട്രൊഡക്ഷനിൽ നേഷൻ സ്റ്റേറ്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്, മഹാത്മാഗാന്ധി കടന്നു വന്നതിനെ കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, ആഫ്റ്റർ എഫക്ട്സ് എന്തായിരുന്നു, ഇന്ത്യയിലെ ജനതയെ ഇത് എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ അതിലൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ എന്താണ് അവിടെ നടന്നിട്ടുള്ള സംഭവം? നമുക്കറിയാം, വേൾഡ് വാറിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ ജനതയ്ക്ക് ഭയങ്കര തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ഫോഴ്സ്ഫുള്ളി നമ്മളെ ജനങ്ങളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു, നമ്മുടെ അനുവാദമില്ലാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ടാക്സസ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതിന്റെ പുറമേ തന്നെ നമുക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ആ സമയത്തുണ്ടായി, ഒരുപാട് ക്ഷാമം നമുക്കുണ്ടായി, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനത ആ ടൈമിൽ മരണപ്പെടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിൽ എക്കണോമിക്കലി പൊളിറ്റിക്കലി വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈം എന്ന് പറയുന്നത്. അതാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു തകർന്നിരുന്ന സമയത്താണ് ആരുടെ എൻട്രി ഇവിടെ പറയുന്നത്? മഹാത്മാഗാന്ധി കടന്നു വരികയാണ്.
മഹാത്മാഗാന്ധി എൻട്രി ആവുന്ന ടൈം നിങ്ങൾ ആലോചിക്കുക. ആ ഒരു വർഷം 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് വരികയും ഇവിടെ 3 സത്യാഗ്രഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് സത്യാഗ്രഹ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനകത്ത് എന്താണ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്? നോൺ വയലൻസും ട്രൂത്തിലും അധിഷ്ഠിതമായിരിക്കണം, നമുക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ ഫിസിക്കൽ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നൊക്കെ മഹാത്മാഗാന്ധി പറയുകയാണ് അല്ലെ. അദ്ദേഹം 3 സത്യാഗ്രഹങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. മാപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങളും ആ സത്യാഗ്രഹവും എന്തായാലും പഠിച്ചിട്ട് പോകണം. അതനുസരിച്ച് ആ മാപ്പിനകത്ത് പോയിന്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് റൗലറ്റ് ആക്ട് ആണ് അദ്ദേഹത്തെ ഒരു നാഷണൽ ലെവലിലേക്കുള്ള ഒരു എൻട്രിക്ക് കാരണമാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചതായിട്ട് നമുക്ക് കാണാം. 1919 റൗലറ്റ് ആക്ട് എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ മെമ്പേഴ്സ് ആരും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഏത് വ്യക്തിയെയും ഒരു യാതൊരു മുന്നറിയിപ്പും കൂടാതെ തടവിൽ പാർപ്പിക്കാനുള്ള ഒരു അധികാരം ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലാണ് ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എന്താണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്? അപ്പൊ ആ ഒരു സംഭവത്തിന് ശേഷം റൗലറ്റ് സത്യാഗ്രഹം മഹാത്മാഗാന്ധി വിഡ്രോ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇങ്ങനെ നമ്മൾ എല്ലാ ആളുകളുടെയും കൂട്ടത്തിൽ കൂട്ടി ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. അതിനു വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി കണ്ടെത്തിയ വഴിയായിരുന്നു മുസ്ലിങ്ങളുമായിട്ട് കൂടുതൽ ഒരു സൗഹാർദ്ദം സൃഷ്ടിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഏത് ഇഷ്യൂ ഏറ്റെടുക്കാണ്? ഖിലാഫത്ത് ഇഷ്യൂ ആയിട്ട് മഹാത്മാഗാന്ധി ഏറ്റെടുക്കുകയും അതിന്റെ മെമ്പേഴ്സുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും ഒരു ധാരണയിൽ എത്തുകയാണ് ചെയ്തത്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്തൊക്കെ പ്രവർത്തനമാണ് അതിന്റെ കാഴ്ചവെച്ചത്, അതിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. The first question is, why was the Inland Emigration Act of 1859 troublesome for plantation workers? Why did Gandhiji decide to withdraw from the movement in 1922? Name the writer of the book Hind Swaraj. What is meant by Satyagraha? Trace the reason why Gandhiji started Satyagraha in 1919. Why did Gandhiji take up the Khilafat issue? What was Satyagraha? Name any 2 places where Satyagraha was launched by Gandhiji. Or name the 2 main Satyagraha movements organized by Mahatma Gandhi successfully in favor of peasants in 1916 and 1917. Why did Gandhiji decide to launch a nationwide Satyagraha against the proposed Rowlatt Act of 1919? Explain any 3 reasons. What were the 3 local issues in which Gandhiji experimented his technique of Satyagraha during the years 1917 to 1918? How were these issues resolved? Who launched the Khilafat movement? Why was the movement launched? Mention 3 main proposals with reference to the non-cooperation movement as suggested by Mahatma Gandhi. Mention 3 main proposals with reference to the non-cooperation movement as suggested by Mahatma Gandhi. Explain the meaning and notion of Swaraj as perceived by the plantation workers. How did they respond to the call of the non-cooperation movement? How had the First World War created economic problems in India? Explain with examples. What was the impact of the First World War on the economic conditions in India? Why did Mahatma Gandhi decide to a nationwide satyagraha against the proposed Rowlatt Act? How was it opposed? How was the social and political situation of India affected by the First World War? Explain. ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ വളരെ ശ്രദ്ധയോടെ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു മോഡലാണിത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടോപ്പിക് അല്ല, ഡിഫറിംഗ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ് എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് പറയുന്നത് ഇതാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എങ്ങനെയാണ് ഡിഫറെന്റ് മേഖലയിലുള്ള ആളുകൾ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. അതിൽ 3 സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ദ മൂവ്മെന്റ് ഇൻ ടൗൺസ്, ടൗണിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആളുകൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. റെബലിൻ ഇൻ ദി കൺട്രി സൈഡ്, കൺട്രി സൈഡ്സിൽ പ്രത്യേകിച്ച് പെസൻസ്, ട്രൈബൽ പെസൻസ് ഉണ്ട്, അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെങ്ങനെയാണ് നോൺ കോപ്പറേഷനെ നോക്കിക്കണ്ടത്, അതായത് വർക്കേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം
ആദ്യം പറയുന്ന ടൗൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ടൗൺ സൈഡിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പീപ്പിൾസിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു. അവർ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരികയും എല്ലാ വിദ്യാർത്ഥികളും എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. കുട്ടികൾ കോളേജും സ്കൂളുകളും ഒക്കെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആളുകൾ എന്ത് ചെയ്തു? അവരുടെ ജോലിയൊക്കെ രാജിവെച്ചു. അധ്യാപകർ സ്കൂളുകളൊക്കെ സ്കൂളിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു, കോളേജൊക്കെ അവർ വിട്ടു. അതുപോലെ തന്നെ മദ്യ ഷോപ്പുകളൊക്കെ പൂട്ടി. അങ്ങനെ എല്ലാവരും തെരുവിലോട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് ടൗൺ സൈഡിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ടാമതായിട്ട് പറയുന്നത് റെബല്യൻ ഇൻ ദി കൺട്രി സൈഡ് ആണ്. അത് പ്രത്യേകിച്ച് പറയുന്നത് ഔദിലെ പെസൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഒരു ഭാഗത്ത് കർഷകരുടെ അവസ്ഥയെ പറ്റിയിട്ട് പറയുന്നത്. ഇതിൽ ഔദില് ബാബ രാമചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതില് ബെഗർ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ബെഗർ സിസ്റ്റം? അതിനെതിരെയാണ് അവർ പോരാടിയത്. കൂലി ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബെഗർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ ജനങ്ങൾ പോരാടുന്നതാണ് നമുക്ക് ഔദിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവും ബാബ രാമചന്ദ്രയുടെ നേതൃത്വത്തിൽ 1920 രൂപീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഔദ് കിസാൻ സഭ എന്ന് പറയുന്നത്. അതും ഈ ഒരു ഭാഗത്താണ് വിശദീകരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രൈബൽ പെസൻസിന്റെ കാര്യമാണ്. ട്രൈബൽ പെസൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീഡറായിട്ട് അവർ കണ്ടത് ആരെയായിരുന്നു? അല്ലൂരി സീതാരാമ രാജു ആയിരുന്നു. അവർക്ക് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അതുവരെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാത്തിനെതിരെ അവർ പോരാടിയത് അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെബല്യൻ ഇൻ ദ കൺട്രി സൈഡിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി പറയുന്നത് സ്വരാജ് ഇൻ പ്ലാന്റേഷൻസിന്റെ കാര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് ആണ്. അത് പലപ്പോഴും 1 മാർക്കിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അടയാളപ്പെടുത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. 1859 ഈ ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പ്ലാന്റേഷൻ വർക്കേഴ്സിന് ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവിടെ നിന്നും വീട്ടിലോട്ട് പോകാനായിട്ട്, സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം. അവർക്ക് യാതൊരു ലീവും ഇല്ല. ഫുള്ള് ടൈം അവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻലാൻഡ് ഇമിഗ്രേഷൻ ആക്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനുശേഷം പ്ലാന്റേഷൻ വർക്കേഴ്സിനിടയിൽ ലാസ്റ്റ് ഇതിൽ പറയുന്നത് ചൗരി ചൗര ഇൻസിഡന്റിന്റെ കാര്യമാണ്. 1922 ജനങ്ങൾ രോഷാകുലരായി. എന്തിനെതിരെയാണ് അവർ പോരാടിയത്? ഒരുപാട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ശരിക്കും ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന ആ ഒരു മാർഗം, ഐഡിയ ഓഫ് സത്യാഗ്രഹയിൽ അദ്ദേഹത്തിന് ഊന്നൽ നൽകി അഹിംസ അവര് കൈവിട്ടുകൊണ്ട് ജനങ്ങൾ വയലൻസിലേക്ക് കടന്നപ്പോഴാണ് ശരിക്കും ചൗരി ചൗര പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നത്. 1922 ഇത് നടന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അവസാനം എന്ന് പറയുന്നത്. 1922 ചൗരി ചൗര ഇൻസിഡന്റ് ജനങ്ങൾ രോഷാകുലരായിട്ട് പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 10-22ഓളം പോലീസുകാർ ആ ഒരു ഇതിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മഹാത്മാഗാന്ധിക്ക് ഭയങ്കര വലിയൊരു തിരിച്ചടി ആയിപ്പോയി. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളോട് എതിരായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ഇതിൽ മനംനൊന്ന് മഹാത്മാഗാന്ധി ഇത് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡിഫറിംഗ് സ്റ്റാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ് എന്ന് പറയുന്നതിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് ഈ ബെഗർ സിസ്റ്റം, ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട്, അതുപോലെ തന്നെ ഈ വ്യക്തികൾ ബാബ രാമചന്ദ്ര, അല്ലൂരി സീതാരാമ രാജു, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം കേട്ടോ. The first question is, describe the role of Alluri Sitarama Raju in Andhra Pradesh during 1920s. How did non-cooperation start with participation of middle-class people in the cities? Explain its impact on. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടുവേർഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം 1922 ചൗരി ചൗര ഇൻസിഡന്റോട് കൂടിയാണ് മഹാത്മാഗാന്ധി എന്ത് വിഡ്രോ ചെയ്യുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുന്നത്. അതിനുശേഷം നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഇലക്ട്രേറ്റ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കാതെ വിട്ടുനിന്നത് വലിയൊരു അബദ്ധമായെന്ന് ഇവർ മനസ്സിലാക്കുന്നു. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലുള്ള ആക്ടുകൾ ഇലക്ട്രേറ്റ്സിൽ അവർ തീരുമാനം എടുക്കുമ്പോൾ
നമ്മൾ ഇന്ത്യക്കാർ അവിടെ ഇല്ലാതിരുന്നാൽ അവിടെ പ്രതികരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈ നേതാക്കന്മാരെ മനസ്സിലാക്കുകയും അവരെ ഇലക്ഷനിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇത് ആരൊക്കെയാണ് ഇതിൽ എടുത്തു പറയുന്നുണ്ട്? CR ദാസ്, മോട്ടിലാൽ നെഹ്റുവിനെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വരികയും ഇത്തരത്തിൽ ഇലക്ഷൻസിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവരെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവര് ഒരു പാർട്ടിക്ക് ഇവിടെ രൂപം കൊള്ളിക്കുകയാണ്. സ്വരാജ് പാർട്ടി എന്നുള്ള പേരിൽ അവരൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. അതിന്റെ കുറച്ചും കൂടെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, കോൺഗ്രസിനകത്തുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അവരെ പോലുള്ളവർ ഫുൾ ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് ആവശ്യമെന്ന് ഒരു തിരിച്ചറിവ് അവർ ഉണ്ടാക്കുകയും ആ ഫുൾ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അവർ നിലകൊള്ളുകയാണ് ചെയ്തത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് മോട്ടിലാൽ നെഹ്റു അതുപോലെ CR ദാസ് എന്നിവർ പറഞ്ഞ ആവശ്യം എന്തായിരുന്നു? അവർക്ക് ഇലക്ഷൻസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടെ യങ്ങസ്റ്റ് ലീഡേഴ്സ് പറഞ്ഞത് എന്താണ്? അതൊന്നുമല്ല നമുക്ക് ആവശ്യം, നമുക്ക് എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡന്റ് ആകണം എന്ന് തന്നെയാണ് യങ്ങസ്റ്റ് ലീഡേഴ്സ് അവകാശപ്പെട്ടത്. അപ്പോ ഈ ഒരു സമയത്ത് സൈമൺ കമ്മീഷൻ ഇവിടെ രൂപം കൊള്ളുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ടോറി ഗവൺമെന്റ് അവിടെ അധികാരത്തിലേറിയതിനു ശേഷം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ അവർ നിയമിക്കാം എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ ഈ ഒരു കമ്മീഷനിൽ ഒരൊറ്റ മെമ്പേഴ്സ് പോലും, ഇന്ത്യൻ മെമ്പേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സൈമൺ കമ്മീഷനെ പറ്റി നിങ്ങൾ ഒരു 3 മാർക്കിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിരിക്കണം. വർഷം 1929 സെപ്റ്റംബറിലാണ് സൈമൺ കമ്മീഷൻ നിയമിതമായത്. അതുപോലെ തന്നെ ഇതുപോലെ ഡോമിനന്റ് വേഗമായിട്ടുള്ള കുറെ ഓഫേഴ്സ് അവർ നൽകുക, ഡൊമീനിയൻ സ്റ്റാറ്റസ് നമ്മുടെ ഇന്ത്യക്ക് തരാം എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല നമുക്ക് ആവശ്യം, ഫുൾ ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജാണ് നമുക്ക് വേണ്ടതെന്ന് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഇവരെടുത്ത് തിരിച്ചാവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഇത്രയുമാണ് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക് ആയിട്ടുള്ള സോൾട്ട് മാർച്ച് ആൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു ആലോചന എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മുന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അടുത്ത ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിന്നത്. അതിന്റെ ഫലമായിട്ട് മഹാത്മാഗാന്ധി ആദ്യം ചെയ്തത് എന്തായിരുന്നു? 1930 ജനുവരി 31 അദ്ദേഹം അവിടെ അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് എർവിന് ഒരു ലെറ്റർ അയക്കുകയായിരുന്നു. അതിനകത്ത് 11 ഡിമാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു ഇത്. ഈ ഒരു നിയമങ്ങൾ, കുറേ നിയമങ്ങളുണ്ട്, അതെല്ലാം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും, നിയമങ്ങളെ ലംഘിക്കാനായിട്ട് നമ്മൾ തുടങ്ങും എന്നുള്ള ഒരു വാർണിംഗ് ആയിരുന്നു ഈ ലെറ്റർ എന്ന് പറയുന്നത്. അതിൽ കറക്റ്റ് ആയിട്ട് മഹാത്മാഗാന്ധി ഒരു ഡേറ്റ് പറയുന്നുണ്ട്. മാർച്ച് 11 വരെ ഇതിൽ ടൈം കൊടുത്തിട്ടുണ്ട്. ഇതിനകം വെച്ച് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിയമലംഘനവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തത്. ഇർവിൻ ഇത് പാടെ തള്ളിക്കളയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഗാന്ധിജി ഒട്ടും വൈകിയില്ല, പിറ്റേ ദിവസം തന്നെ നിയമം ലംഘിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം നിയമം ലംഘിക്കുന്നത് ഏതായിരുന്നു? സോൾട്ട് ലോ, അതായത് സാധാരണക്കാരുടെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ പോലും വേട്ടയാടിക്കൊണ്ടിരുന്ന ഉപ്പ് നിയമത്തിനെതിരെ പോരാടിക്കൊണ്ടായിരുന്നു അദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്. ഇത് നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ടായ ഒരു സംഭവമായിരുന്നു ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര വലിയ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. ഈ ഗാന്ധിജി ഇർവിൻ അയച്ച ലെറ്ററിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സോൾട്ട് ലോ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ സോൾട്ട് മാർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. അദ്ദേഹം 78 വോളണ്ടിയേഴ്സും 240 മൈലുകളോളം സഞ്ചരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടെ 78 അനുയായികളായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് എവിടം വരെയായിരുന്നു സോൾട്ട് മാർച്ച് എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ആശ്രമമായിട്ടുള്ള സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ ആയിരുന്നു അവരും അദ്ദേഹത്തിന്റെ അനുയായികളും നടന്ന് ദണ്ഡി കടപ്പുറത്തെത്തി അവിടുത്തെ ഉപ്പുവെള്ളം എടുത്ത് തിളപ്പിച്ച് അത് എന്ത് ചെയ്യാണ്, ഉപ്പുണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ നിയമം ലംഘിച്ചത്. ഇതിനുശേഷം തുടരെ പല അർത്ഥത്തിലും പല രീതിയിലും നിയമങ്ങൾ ലംഘിക്കാനായിട്ട് ജനങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഈ അവസരത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് ഇത് ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്നതിന് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അവര് പല അർത്ഥത്തിലും പല നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ, 10,000-15,000-ഓളം ആളുകളെ ഇവര് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഗവൺമെന്റ് ദിനം പ്രതി ആളുകളെ ഭയങ്കരമായിട്ട്, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടപ്പോൾ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? ജനങ്ങൾ വയലന്റിലാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി
എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് അടിച്ചമർത്തുക, ഇത് കോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്യുകയും പുതിയൊരു പാക്ട് ലോർഡ് ഇർവിനുമായിട്ട് ഒപ്പിടുകയാണ് ചെയ്തത്. ഇതിന്റെ ഫലമായിട്ട് ലോർഡ് ഇർവിൻ കുറച്ച് കണ്ടീഷൻസ് മഹാത്മാഗാന്ധിയോട് വെക്കും. അപ്പോൾ ഗാന്ധിജി അത് അനുസരിക്കുകയും, പക്ഷേ പകരം നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആളുകളെല്ലാം വെറുതെ വിടണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് മഹാത്മാഗാന്ധി ഇവിടെ സമ്മതം മൂളുകയാണ്. അങ്ങനെ 1931 ഡിസംബറിൽ ലണ്ടനിൽ അദ്ദേഹം വട്ടമേശ സമ്മേളനം കൂടാനായിട്ട് പുറപ്പെടുകയും ആ ടൈമിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനുശേഷം മഹാത്മാഗാന്ധി നമ്മുടെ നാട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും വീണ്ടും അദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് റീലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആദ്യം കിട്ടിയ ആ അത്രയും ഒരു സപ്പോർട്ട് നമുക്ക് രണ്ടാമത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും 1934 റീലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് മറ്റേ രീതിയിൽ അത്ര വിജയം ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ഇത് നമുക്ക് ആ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് കാരണമാവുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ഹൗ പാർട്ടിസിപ്പൻസ് സോ ദി മൂവ്മെന്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ച പോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് കൺട്രി സൈഡിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഗുജറാത്തിലെ പട്ടീദാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും ഉത്തർപ്രദേശിലെ ജഡ്സ് എന്ന് പറയുന്ന വിഭാഗം ആളുകളെയും സംബന്ധിച്ച് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റവന്യൂ ഹൈ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നതെന്ന് പറയാം. അപ്പൊ അവർക്ക് ഹൈ റവന്യൂ കിട്ടുക എന്നുള്ളതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചത്. അടുത്തതായിട്ട് പറയുന്നത് പൂറർ പെസൻട്രിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അവര് കുറച്ച് സ്മോൾ ടെനൻസുകളായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതായത് വേറൊരാളുടെ വലിയ ഏതെങ്കിലും ഒരു ലാൻഡ് ലോഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു കൂടുതൽ പാവപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അവർക്ക് റെന്റ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് താമസിക്കുക, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് കൂട്ടുനിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബിസിനസ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം അവര് പല ആവശ്യഘട്ടങ്ങളിലും നമ്മുടെ ഇന്ത്യയിലെ ബാക്കിയുള്ള ആളുകളെ പല രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ബിസിനസ് ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത്. അവര് ഈ ഒരു ടൈമിൽ, അതായത് IICCI എന്നൊക്കെ പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിരുന്നു 1920. അതുപോലെ തന്നെ FICCI എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് രൂപീകൃതമാക്കി. അപ്പോൾ ഇവര് സപ്പോർട്ട് ചെയ്തതിലൂടെ ഇവർ ലക്ഷ്യമാക്കിയത് ഈ ഒരു പ്രവർത്തന മേഖല കുറച്ചും കൂടെ കാര്യക്ഷമമാക്കുക എന്നുള്ളതായിരുന്നു ഇവര് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അർത്ഥമാക്കിയത്. ഇനി പറയുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. കാര്യം അവർ ഒട്ടും തന്നെ സിവിൽ ഡിസൊബീഡിയൻസുമായിട്ട് കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നാഗ്പൂർ മേഖലയിലൊക്കെ ഉള്ള ആളുകളാണ് കുറച്ചെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ചിട്ട്. കൂടുതൽ ആളുകളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ പറയുന്നത് വുമൻസിന്റെ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും, സോൾട്ട് മാർച്ചിന്റെ ടൈമിൽ സ്ത്രീകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഒരു അഭിപ്രായത്തിൽ അവര് കുടുംബം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള ഫുൾ സപ്പോർട്ട് തന്നാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള ഒരു പ്രാധാന്യം ഈ ഒരു സമയത്ത് കോൺഗ്രസ് കൊടുത്തിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് പഴയ പോലെ ഒരു പ്രാധാന്യം അത് കോൾ ഓഫ് ചെയ്തതിന് ശേഷം കിട്ടിയിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ലിമിറ്റേഷൻസ്, ഇതിന് കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നത്. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ ഡിസൊബീഡിയൻസിന്റെ ലിമിറ്റേഷനെ കുറിച്ചിട്ടാണ്. അതായത് അൺടച്ചബിൾസിനെ നോക്കിക്കണ്ട ഒരു രീതി ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള ഒരു വിവേചനം വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്തത്. അതായത് ദളിത് എന്ന് പറയുന്ന ഒരു താഴെ തട്ടിലുള്ള ആളുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാധാന്യം മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഇത് മനസ്സിലാക്കി ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ അവരുടെ ഉന്നമനത്തിനായിട്ട് മുന്നോട്ട് വരികയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ഡയറക്റ്റ് ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇത് അവരുടെ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു. അത് മഹാത്മാഗാന്ധി മനസ്സിലാക്കുകയും ഡോക്ടർ BR അംബേദ്കറുമായിട്ട് അദ്ദേഹം പലവിധ ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു തീരുമാനം പിൻവലിക്കുന്നത് വരെ താൻ എന്ത് ചെയ്യും, ഉപവാസത്തിലിരിക്കുമോ എന്ന് മഹാത്മാഗാന്ധി അറിയിക്കുകയാണ് ചെയ്തത്. അവസാനം BR അംബേദ്കർ എന്ത് ചെയ്യുകയാണ്, ഒരു കോംപ്രമൈസിലെത്തുകയും ഇവർ തമ്മിൽ ഒരു പാക്റ്റിൽ ഒപ്പിടുകയാണ് ചെയ്തത്. പൂന പാക്ട് എന്നാണ് ചരിത്രത്തിൽ ഇതിനെ അറിയപ്പെടുന്നത്. ആ പൂന പാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിക്കേണ്ടതാണ്. 1932 ആരൊക്കെ തമ്മിലാണ്? അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു ഇത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളെ കുറച്ചും കൂടെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഹിന്ദു മഹാസഭയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചൊക്കെ കുറയുകയുണ്ടായി. മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു കണക്ഷൻ കുറച്ച് കുറഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വരാം കേട്ടോ. How did the Indian merchants and industrialists themselves to the civil disobedience movement? Explain. Describe the role of peasantry in the civil disobedience movement. The civil disobedience movement was different from the non-cooperation movement. Support the statement with examples. Simon Commission was greeted with slogan "Go back Simon" at arrival in India. Support this reaction of Indians with arguments. Why was the Salt March considered an effective symbol of resistance against colonialism? Explain. Why was Congress reluctant to allow women to hold any position of authority within the organization? How did women participate in civil disobedience movement? Explain. Explain the measures taken by Gandhiji to eliminate the problem of untouchability. What were the limitations of the civil disobedience movement? Elaborate. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാർ മുന്നോട്ട് കൊണ്ടുവരുന്ന ശ്രമിച്ചിട്ടുള്ള ആശയങ്ങളെ കുറിച്ചിട്ടും അവരുടെ ഐഡിയാസിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് യുണൈറ്റഡ് സ്ട്രഗിൾസ്, നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്ട്രഗിൾസ് സംഘടിപ്പിച്ചതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഇവർ മനസ്സിലാക്കുകയും ഇവരെല്ലാവരിലും നാഷണലിസം സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവർ ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുകയാണ്. ഒരുപാട് കൾച്ചറൽ പ്രോസസ്സ് ഇതിന്റെ ഭാഗമാവുകയാണ് ചെയ്തത്. നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിന്റ്സ് ആൻഡ് സിംബൽസ്, ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളും ശേഖരണവും എല്ലാം തന്നെ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, നേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽസ് നമ്മൾ അവിടെ ഫ്രാൻസിലൊക്കെ കണ്ട പോലെ നമ്മൾ ഇവിടെ കാണുകയാണ് ചെയ്തത്. അങ്ങനെ ഭാരത് മാതായെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഭാരത് മാത ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്തിട്ടുള്ളത്. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകളെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അദ്ദേഹം ഫോക്ക് സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അത് ശേഖരിക്കാനായിട്ടൊക്കെ മുന്നോട്ട് വന്ന ഒരാളാണ്. അതുപോലെ മദ്രാസിൽ നടേശ ശാസ്ത്രി എന്ന് പറയുന്ന ആള് തമിഴ് ഫോക്ക് ടീൽസിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അത് ശേഖരിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു ബുക്കൊക്കെ എഴുതി രചിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ കൾച്ചറൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഈ ടൈമിൽ തന്നെയാണ് സ്വദേശി മൂവ്മെന്റ് പുറത്തിറക്കിയ ഒരു ഫ്ലാഗ്, ട്രൈകളർ ഫ്ലാഗ്. അത് ആദ്യമായിട്ട് ട്രൈകളർ ഫ്ലാഗിന്റെ രൂപത്തിൽ തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിന്, നമ്മുടെ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൗ ഡിഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, റീജിയൻസ് ഓർ ലാംഗ്വേജ് ഗ്രൂപ്സ് ഡെവലപ്പ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് ഇൻ ദി 19th century India? How had a variety of cultural processes developed a sense of collective belongingness in India during the 19th century? Explained with examples. Nationalism spreads when people begin to believe that they are all part of the same nation.
support the statement. അപ്പോൾ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിന് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.